നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവം ആകുന്നു. യോശുവ 2-ാം അധ്യായം 11-ാം വാക്യം. ദേശം ഉറ്റുനോക്കുവാൻ വന്ന പുരുഷന്മാർ രാഹാബ് എന്ന വേശ്യയുടെ ഭവനത്തിൽ ആയിരുന്ന സമയത്ത് രാഹാബ് അവരോട് പറയുകയാണ്, നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. 2 പുരുഷന്മാർ ആ ദേശത്ത് പ്രവേശിച്ചപ്പോൾ തന്നെ ഈ മനുഷ്യർ ആരാണെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ തന്നെ നിങ്ങളെപ്പറ്റിയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ ദേശത്തിലെ നിവാസികളെല്ലാം നിങ്ങളെ കരുതി ഉരുകിപ്പോകുന്നു എന്നാണ് അവർ പറയുന്നത്. ദൈവത്തെ അറിയാത്ത ജനങ്ങൾ സുഖലോലുപതയിൽ അവരുടേതായ ഇഷ്ടങ്ങളിൽ ജീവിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അവരുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ അവർ കലങ്ങിപ്പോകും, അവർ ഭയപ്പെട്ടു പോകുന്നു, അവർ വിഭ്രമിക്കുകയാണ്. സംഭ്രമം കൊണ്ട് അവർ ഉരുകിപ്പോകുന്ന അവസ്ഥ. അവർക്കിതെങ്ങനെ മനസ്സിലായി? നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ ചെങ്കടൽ നിങ്ങൾക്കായി വറ്റിച്ചതും നിങ്ങൾ രാജാക്കന്മാരോട് യുദ്ധം ചെയ്യുമ്പോൾ യഹോവ നിങ്ങൾക്ക് വിജയം തരുന്നതുമെല്ലാം ഞങ്ങൾ കേട്ടിരിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള അറിവും ദൈവജനങ്ങൾക്ക് അവൻ നൽകുന്ന അനുഗ്രഹങ്ങളെപ്പറ്റിയും എല്ലാവരും കേട്ടിരിക്കുന്നു. എല്ലാവർക്കും അതേക്കുറിച്ച് അറിവുണ്ട്. പ്രിയരെ, നമുക്കും ദൈവത്തിൽ വിശ്വസിക്കാം, ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നാമും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ജോലിസ്ഥലത്ത്, നമ്മുടെ ദേശത്ത് നാമും ജനങ്ങൾക്ക് മാതൃകയുള്ളവരായിരിക്കും. നാമും ജനങ്ങൾക്ക് സഹായമുള്ളവരായിരിക്കും. രാഹാബിൻ്റെ വായിൽ നിന്നാണ് ഈ പ്രസ്താവന വരുന്നത്. അവൾ പറയുകയാണ്, നിങ്ങളുടെ ദൈവം മീതെ ആകാശത്തിലും താഴെ ഭൂമിയിലും യഹോവ ദൈവം ആകുന്നു. എത്ര വലിയ സാക്ഷ്യം! ദൈവം ആഗ്രഹിക്കുന്നതും ഇതാണ്. നാം ഓരോരുത്തരിലൂടെ ദൈവത്തിൻ്റെ മഹത്വം ഈ ഭൂമിയിൽ വെളിപ്പെടേണ്ടതാകുന്നു. അതാകുന്നു ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം. നാം അനുഗ്രഹിക്കപ്പെടും, നാം മറ്റുള്ളവർക്ക് ഉപകാരമുള്ളവരായിത്തീരും. ദേശത്തിന് ആവശ്യമായ ജ്ഞാനം നമ്മിലൂടെ ദൈവം പകർന്നു നൽകും. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെക്കുറിച്ചും പറയും, നിങ്ങളുടെ ദൈവമായ യഹോവ മേലെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും സാക്ഷാൽ ദൈവമാകുന്നു എന്ന്.